നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അണ്ഡാശയ മുഴകൾ എന്ന വിഷയമാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ SY ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമനയും ഉള്ളൂരുമായിട്ടാണ് യാന ഹോസ്പിറ്റലുള്ളത്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഡോക്ടർ. നമുക്ക് ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. അപ്പം പ്രേക്ഷകരോടായി അണ്ഡാശയ മുഴകൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും TV സ്ക്രീനിൽ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. അണ്ഡാശയ മുഴകളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേഗം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ എല്ലാ മുഴകളെയും ഭയക്കണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംശയം. കാരണം ഈ മുഴകളെന്ന് പറയുമ്പോൾ പല ഇൻറ്റൻസിറ്റിയിലും നമ്മൾ കേൾക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളുള്ളതും അല്ലാത്തതും ഒക്കെ. അപ്പോൾ എല്ലാ മുഴകളും പ്രശ്നക്കാരാണോ? മുഴകളെന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഒരു സ്ഥലത്ത് നിന്ന് മുഴച്ച് നിൽക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ബോഡിയുടെ പുറത്താവാം, അകത്താവാം. അകത്തുള്ള അവയവങ്ങളിലാവും. പുറത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ അകത്തുള്ളതാണെങ്കിൽ നമ്മൾ സ്കാനിങ് പരിശോധനയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ വയറിലൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അത് അത്രയും വലിപ്പം വെച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പം February 4 എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു. അപ്പം ക്യാൻസറിനെ പറ്റിയുള്ള അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന്. അപ്പം നമ്മൾ ഇന്നലത്തെയൊക്കെ പത്രവാർത്തകളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. പലർക്കും നിങ്ങൾക്ക് ഈ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ഈ സ്ക്രീനിങ് ടെസ്റ്റിലൂടെയൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്താലും പലരും അതിൻ്റെ ഫോളോ അപ്പിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പ് എന്ന് പറയുമ്പം ചുമ്മാ നമുക്ക് ഇങ്ങനെ നോക്കി പറയാവുന്ന ക്യാൻസർ വളരെ കുറവാണ്. എല്ലാം പലതരം ടെസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേർഡൻ ആൾക്കാർക്കുണ്ട്. പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിലും അല്ലാതെയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്ന്. രണ്ടാമത് നമുക്കൊരു സ്ക്രീനിങ് നമുക്കൊരു സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ പേടിയാണ് ആൾക്കാർക്ക്. ഇനി ഇതിന് കൂടുതൽ ടെസ്റ്റ് ചെയ്തിന് കണ്ടുപിടിച്ചാൽ എനിക്ക് കഷ്ടപ്പാടല്ലേ, ഞാനൊരു സർജറിക്ക് വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ക്യാൻസറിൻ്റെ ഇന്ന് വരെയുള്ള ക്യാൻസറിനെ പറ്റിയുള്ള അറിവനുസരിച്ച് എല്ലാ ക്യാൻസറുകളും എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുക, അതിനാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സകൾ അത്രയും ഫലവത്താണ്. അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ചികിത്സകളിലൂടെ, ചിലപ്പോൾ ഒരു ചെറിയ സർജറി മാത്രം, ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ചെറിയൊരു കീമോ മാത്രം, അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറാവുന്ന പലതരം ക്യാൻസറുകളുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്നും ക്യാൻസറിൻ്റേതാണ്. അപ്പോൾ ഈ മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എല്ലാ മുഴയും ക്യാൻസറാണെന്ന് വിചാരിക്കാനേ പാടില്ല. നല്ലൊരു ശതമാനം മുഴകൾ ക്യാൻസറൊന്നുമല്ല. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ പല പേഷ്യൻസ് നമ്മളെടുക്കുകയൊക്കെ വരാറുണ്ട്. ഇപ്പം മാറിൽ മുഴ എന്ന് പറഞ്ഞ് വരുന്നത്, അത് നമ്മുടെ ബ്രസ്റ്റിലെ മുഴകൾ നമുക്ക് എളുപ്പം അറിയാൻ പറ്റുന്നത്. അതിപ്പോൾ ഒരുപാട് നമ്മൾ സമൂഹത്തിൽ അതിൻ്റെ അവയർനെസ് കൊടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. അപ്പം മുഴകൾ എപ്പോഴും സ്ത്രീകൾ കുളിക്കുമ്പോഴും പുറമേ ഇരിക്കുന്ന ഒരു അവയവം തന്നെ ആയതുകൊണ്ട് ബ്രസ്റ്റ്, തൈറോയിഡ്, ഇതിലേക്ക് മുഴകൾ വന്നാൽ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. പക്ഷേ എന്നാലും ബ്രസ്റ്റിലൊരു ചെറിയ സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ, സെബേഷ്യസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അതുപോലെ ചെറിയ ലൈപ്പോമ, അത് ഫാറ്റിലുണ്ടാകുന്ന സാധനം. ഇതൊക്കെ വന്നാൽ തന്നെ ആളുകൾ വളരെ പേടിച്ചാണ് നമ്മുടെ അടുക്ക വരുന്നത്, എൻ്റെ മാറിലൊരു മുഴയാണെന്ന് പറഞ്ഞാൽ. പക്ഷെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെറും ഒരു പുറത്തുള്ള ഒരു സെബേഷ്യസ് സിസ്റ്റിൽ നിന്നുള്ള ഒരു മുഴ. അതിനൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ക്യാൻസർ ആവുമെന്ന് പേടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളിൽ ധാരാളം വ്യത്യാസങ്ങൾ. അതിപ്പോഴും നമ്മൾ വളരെ പണ്ടൊന്നും ഇല്ലാത്ത ഒരു ടെസ്റ്റായിരുന്നു നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഇപ്പം വളരെ ഫ്രീക്വൻ്റായിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ സ്കാൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മളൊരു ഡോക്ടറിനെ കാണുകയോ ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുകയോ ചെയ്യും മുമ്പ് തന്നെ ഡോക്ടറെ അടുക്ക പോകുമ്പം തന്നെ പോയി സ്കാൻ ചെയ്ത്, ശരിക്കും അത്രയും ഒരു ആവശ്യമില്ലയെന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്. സ്കാനിങ് അങ്ങനെ ചുമ്മാ എപ്പോഴും സ്കാനിങ് പരിശോധനയ്ക്ക് പാർശ്വഫലമൊന്നും ഇല്ല എന്നുള്ളത് തന്നെ. എന്നാലും നമ്മൾ ഇന്ന് ഒരു സ്കാൻ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്ത് നമുക്കതിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ പറ്റില്ല, വലിയ വ്യത്യാസങ്ങളൊന്നും കാണാം. അപ്പോൾ നമ്മൾ പല പേഷ്യൻസും വരുമ്പോൾ ചില കണ്ടീഷൻസിൽ നമ്മൾ പറയും നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒരു കൊല്ലം കഴിഞ്ഞൊന്നും നോക്കാൻ പറഞ്ഞില്ല. 1 കൊല്ലമൊന്നും അവർ വെയിറ്റ് ചെയ്യാറില്ല. ഉടനെ പോയി 2 മാസം കഴിയുമ്പോൾ വീണ്ടും നോക്കും. പിന്നെ അത്ര ടെൻഷനാണ് ആൾക്കാർക്ക്.
ഇപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പറയുന്ന അണ്ഡാശയ മുഴകളാണ്. അണ്ഡാശയം എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു അവയവം. നമുക്കറിയാം സ്ത്രീകളിൽ ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു അവയവം തന്നെയാണ് അണ്ഡാശയം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അണ്ഡാശയം അവളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രായപൂർത്തിയാകുമ്പോൾ അത് പ്രവർത്തനക്ഷമമാകുന്നു. അതിൽ നിന്ന് വരുന്ന അണ്ഡത്തിൽ നിന്നാണ് നമ്മുടെ ജനറേഷൻസ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ഡാശയ മുഴകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം പക്ഷേ ഇതുപോലെ തന്നെ അണ്ഡാശയത്തിൽ ധാരാളം പലതരം മുഴകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ എല്ലാ മുഴകളും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല തന്നെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കാനിങ്ങിന് പോകും. വയറിന് വേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുക്ക ചെല്ലുമ്പോൾ ഒരു സ്കാനിങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ അണ്ഡാശയവും യൂട്രസും ഒക്കെ എങ്ങനെ ഇരിക്കുന്നെന്ന് അതിൽ നോക്കാറുണ്ട്. അപ്പോൾ അതിലൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ പലരും വളരെ ഫ്രാൻറ്റിക്കായിട്ട് അയ്യോ ഇത് എന്താണ് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഭയപ്പാട് അവർക്കുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അണ്ഡാശയ മുഴകൾ ശ്രദ്ധിക്കേണ്ട ചില മുഴകളുണ്ട് തന്നെയാണ്. അപ്പം അണ്ഡാശയത്തിൽ വരുന്ന ഈ മുഴകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് ചികിത്സ വേണ്ടത്, ഏതൊക്കെയാണ് ചികിത്സ വേണ്ടാത്തതെന്നുള്ളത് അത് മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഡോക്ടർ, ഈ മുഴകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ മുഴകളും ചികിത്സ വേണ്ടതല്ല എന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഏതൊക്കെ തരം മുഴകൾക്കാണ് നമുക്ക് ചികിത്സ വേണ്ടത്? അത് എങ്ങനെയാണ് ഒരു 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 തീരുമാനത്തിലേക്ക് ഡോക്ടേഴ്സ് എത്തുന്നതെന്ന് അറിയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്ന് വിളിക്കുന്നു രമ്യ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അണ്ഡാശയ മുഴകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒപ്പം യാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ലീലാമണിയുണ്ട്, സംസാരിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, സംശയം ചോദിക്കാൻ വിളിച്ചാൽ ഈ മുഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവോ? മുഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര വയസ്സുള്ള ആളാണ്? എനിക്കിപ്പോ 28 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ആളാണോ? ഒരു മോളും ഉണ്ട്. നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് കാണുന്ന മുഴകൾ പോലെയല്ല. പുറത്ത് കാണുന്നതാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഉള്ളിലുണ്ടാകുന്ന മുഴകളെല്ലാം ചെറിയ വലിപ്പത്തിൽ പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. കുറച്ചൊരു വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മിക്കവാറും അത് നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡൻ്റലായിട്ട് നമ്മൾ വേറൊരു അസുഖത്തിന്, ഇപ്പോൾ ചിലർക്കത് ചെറിയ വയറിൻ്റെ വേദന ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാക്കാം. അണ്ഡാശയ മുഴകൾ തന്നെ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ മുഴകൾ കണ്ടുപിടിക്കുന്നത്. വളരെ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കാനിങ്ങിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫർദർ ടെസ്റ്റ് ചെയ്ത് അത് കുഴപ്പമുള്ള മുഴയാണോ കുഴപ്പമില്ലാത്ത മുഴയാണോ എന്ന് തീരുമാനിക്കും. അത് ക്യാൻസർ ഈ 28 നിങ്ങൾക്കിപ്പോൾ 28 വയസ്സാണെന്ന് പറഞ്ഞു. നമ്മൾ 40 വയസ്സിന് താഴെയൊക്കെ ഉള്ള മുഴ, അണ്ഡാശയത്തിൽ വരുന്ന മുഴകൾ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് ഫാക്ടേഴ്സ്, നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഏജ് ഫാക്ടറുണ്ട്, നമ്മുടെ ശരീരസ്ഥിതിയുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാലും ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് അവരുടെ ശരീരം അതിന് പ്രതികരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വർഷത്തെ ക്യാൻസറിൻ്റെ വേൾഡ് ക്യാൻസർ ഡേയുടെ ലോഗോ തന്നെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ക്യാൻസർ. ഇപ്പോൾ എനിക്കൊരു ക്യാൻസർ വന്നാലുള്ള ഒരു ഇഫക്റ്റ് അല്ല ഇപ്പോൾ വേറൊരാളിന് വന്നാലുണ്ടാകുന്നത്. അവരെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നമ്മൾ അതൊരു അസുഖമായിട്ട് എടുക്കുന്ന ബോഡിയെ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ മനസ്സിനെ, അവരുടെ കുടുംബത്തെ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ. ഇപ്പോൾ ഓരോരുത്തരും കടന്നു പോകേണ്ട സ്ട്രെസ്സ് പല രീതിയിലാണ് ക്യാൻസറിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ അത് യുണീക്കാണ്. ഇപ്പോൾ എനിക്ക് ക്യാൻസർ അത് എനിക്ക് മാത്രമുള്ളതാണ്. നമ്മൾ ഓരോരുത്തർക്കും കെയർ കൊടുക്കണമെന്നുള്ള ഇതിലാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്തവണ ലോഗോ വന്നിരിക്കുക. 2-3 വർഷത്തേക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു ലോഗോ. പക്ഷേ അതിൻ്റെ ഏർലി ഫേസ് ആയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ സ്ക്രീനിങ്ങും ടെസ്റ്റുകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 20-28 വയസ്സ് ഇത്രയും യങ്ങായ ഒരാളൊന്നും അതിനെപ്പറ്റി ഇപ്പോഴും ഓർത്ത്, ക്യാൻസറിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യ സ്ട്രെസ്സ് ക്യാൻസറിനെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ നമുക്കൊരു അസുഖം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ അത് വരുമോ എന്ന് നമ്മൾ എന്തെല്ലാം വരാം.
ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ആക്സിഡൻറ്റ്, നമ്മൾ സന്തോഷമായിട്ട് ഒരു പോകുന്ന യാത്രയിൽ ഒരു ആക്സിഡൻറ്റ് വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ സ്ട്രെസ്സ് ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു തീരെ ചെറിയ സൈസിൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്നാൽ ചില ലക്ഷണങ്ങൾ അത് ചിലപ്പോൾ കാണിച്ചിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസം മുറയുള്ള വ്യത്യാസങ്ങളോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വയറുവേദനയോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യും. അപ്പം നമ്മൾ കണ്ടുപിടിക്കും. യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ വളരെ യങ് ആയിരിക്കുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോഴേ നമുക്ക് എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ക്യാൻസർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്ട്രെസ് അടിച്ച് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫെമിലിയിലായിട്ട് ചെറിയൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് രമ്യ. ഡോക്ടർ, നമ്മൾ കോളർ വരുന്നതിന് മുമ്പ് ചോദിച്ചത് ഒരു മുഴ അത് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു ഡോക്ടർ എത്തുന്നത് അത് എന്തൊക്കെ മാനദണ്ഡങ്ങൾ? എന്തൊക്കെ ഒന്നിപ്പം ഞാൻ പറഞ്ഞ പ്രായം തന്നെ. ഇപ്പോൾ വിളിച്ച കോളർ 28 വയസ്സായ കോളർ എന്തെങ്കിലും ഒരു വയറുവേദനയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു വയറിളക്കം വന്നു ചെന്നാലും ആ വയറുവേദനയ്ക്ക് നമ്മൾ പലരും സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും അതിൻ്റെ ഒരു സ്കാനിങ് ഒരു റുട്ടീൻ ടെസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അതെ, റുട്ടീൻ ടെസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ ഈ വിളിച്ച കോളർക്ക് തന്നെ ഒരു ഓവേറിയൻ സിസ്റ്റ്, ഓവറിയിലൊരു സിസ്റ്റ്. അപ്പോൾ മുഴകൾ പല തരമുണ്ട്. സോളിഡായിട്ടിരിക്കുന്നുണ്ട്, കട്ടിയായിട്ടിരിക്കുന്നുണ്ട്, സിസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. സിസ്റ്റും സോളിഡും കൂടെ ചേർന്ന് വ്യത്യാസം എന്ന് പറയുന്നത്, സിസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം കെട്ടി കിടക്കുന്ന മുഴകളാണ്, മറ്റത് കട്ടിയുള്ള ടിഷ്യൂ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് സിസ്റ്റും ഈ കട്ടിയും കൂടെ ചേർന്ന് നമ്മൾ കോംപ്ലക്സ് എന്ന് പറയും. അങ്ങനെ വരുന്നതുകൊണ്ട് സാധാരണ ചെറിയ സിസ്റ്റുകളെന്ന് പറയുന്നത് നമ്മൾ അണ്ഡാശയം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അണ്ടം ഒരു മാസം അണ്ടം കുറേ അണ്ടം വളർന്നു വരും. അതിൽ നിന്ന് ഒരു അണ്ടം വന്ന് അത് പൊട്ടി അണ്ടം പുറത്ത് ഒരു വളർന്നു വന്നിട്ട് അതിൽ ഒരെണ്ണം മാത്രമേ മെച്ചുവർ ആവുള്ളൂ. അത് പൊട്ടി പുറത്ത് വരും. പിന്നെ അടുത്ത മാസം മുറ വരും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തന്നെയാണ് നമ്മുടെ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ത്രീകളിൽ ഒരാർത്തവം നിലയ്ക്കുന്നത് വരെയും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നതാണ്. ആർത്തവം തുടങ്ങിയാൽ നിലയ്ക്കുന്നത് വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മിക്കവാറും എല്ലാ സ്ത്രീകളിലും മുഴ വരുമെന്ന് തന്നെ അമ്മ പറയും. ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയും. അത് ഓവറിയുടെ ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന സിസ്റ്റമാണ്. അതിന് നമ്മൾക്ക് ഒരു ചികിത്സ ആവശ്യമില്ല, കൂടുതൽ ടെസ്റ്റുകളൊന്നും തന്നെ ആവശ്യമില്ല. ഇപ്പം ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ 28-30 വയസ്സുള്ള ഒരാൾ വരുന്നു, എനിക്കൊരു വയറുവേദന വന്നു, അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സാധാരണ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാവരും ഇപ്പോൾ ഒരു ബേസിക് ഡോക്ടർ സ്കാനിങ്ങിന് പറഞ്ഞാൽ സ്കാൻ റിപ്പോർട്ട് കാണുമ്പോൾ അതിനകത്ത് ഓവേറിയൻ സിസ്റ്റം എന്ന് കണ്ടാൽ ഉടനെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറയും. അപ്പം നമ്മളെടുക്ക വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ സിമ്പിൾ സിസ്റ്റ്, വാസ്കുലാരിറ്റി ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ രോഗം നിർണ്ണയിച്ചിരിക്കുന്നത് ഫങ്ഷണൽ സിസ്റ്റം എന്നാണ്. ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവറിയിൽ നോർമലി വരാവുന്ന ഒരു സിസ്റ്റമാണ്. അതിന് നമ്മൾ കൂടുതൽ പിന്നെ ടെസ്റ്റുകളോ പിന്നെ വേറൊന്നും പറയുന്നില്ല. പക്ഷേ ഇതേ സിസ്റ്റ് തന്നെ ചിലപ്പോൾ മാസമുറ നിന്ന് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ടെസ്റ്റുകൾക്കും കൂടുതൽ പരിശോധനയും കൂടുതൽ ചികിത്സയൊന്നും ആവശ്യമില്ല. ഈ ഫങ്ഷണൽ സിസ്റ്റ് 2-3 മാസം കഴിയുമ്പോൾ പൊട്ടിപ്പോവും. ഇപ്പോൾ എൻ്റെ അടുക്ക ഒരാൾ വന്നാൽ ഞാൻ പറയും ഇതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞാലും 2 മാസം കഴിയുമ്പോൾ അവർ നോക്കും പഴയതുണ്ടോ, അവർ തനിയെ പോയി സ്കാൻ ചെയ്ത് നോക്കും. അങ്ങനെ ഭയങ്കര ഒരു സ്ട്രെസ്ഡ് ഒരു പോപ്പുലേഷനാണ്. അത് ഇങ്ങനെ ക്യാൻസർ എന്ന് കേൾക്കുന്നതും ഇപ്പം നമ്മുടെ ബന്ധുക്കളിൽ ഒരാളിന് ക്യാൻസർ വന്ന് അവർ സഫർ ചെയ്യുന്ന കാണുന്നതും എല്ലാം കണ്ട ആൾക്കാർക്കങ്ങ് പേടിയാണ്. ഈ ഫങ്ഷണൽ സിസ്റ്റം ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടതല്ല. ഡോക്ടർ, ഞാൻ ഈ സിസ്റ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുകൊണ്ടൊരു സംശയം, ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് പെൺകുട്ടികൾക്കിടയിലുള്ള, അപ്പം അത് നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പം അത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് അൺഅറ്റൻഡഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ വലിയ കോൺസിക്വൻസസ് വല്ലതും വരാൻ ചാൻസ് ഉണ്ടോ, എന്താണ് അതിൻ്റെ ഒരു? പോളിസിസ്റ്റിക് ഓവറി കൊണ്ടുള്ള എൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്ന ഓവേറിയൻ ട്യൂമറല്ല. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വന്ന മാറ്റം കൊണ്ടിട്ട് ഉണ്ടായ ഒന്നാണ്. നമ്മുടെ അമിതമായ ആഹാരവും ഫാസ്റ്റ് ഫുഡും എക്സർസൈസ് ഇല്ലായ്മയും അനാവശ്യ സ്ട്രെസ്സും, അവിടെയും ഒരു സ്ട്രെസ്സുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതെന്നാണ് പോലും. ഇതൊരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകും. അതിനകത്ത് വരുന്ന എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മാസവും കുറേ അണ്ടം ഇങ്ങനെ വളരാൻ തുടങ്ങും. അതിൽ ഒരണ്ടം പൊട്ടി പുറത്ത് വരും.
ഒരു നമ്മുടെ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമൊക്കെ ആകുമ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിയിലെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടോ അങ്ങ് വളരും, ഒന്നും പ്രായപൂർത്തിയാവില്ല, ഒന്നും പൊട്ടുമില്ല, എല്ലാം എന്നിട്ടത് കുഞ്ഞു കുഞ്ഞു സിസ്റ്റായിട്ട് അവിടെ എല്ലാം ഇരിക്കും. അപ്പോൾ അതാണ് പോളിസിസ്റ്റിക് ഓവറി. പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആൾക്കാർക്ക് സാധാരണ ഓവറിയിലല്ല ക്യാൻസർ വരുന്നത്. അത് ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് വണ്ണം വയ്ക്കുകയും ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡയബറ്റീസ് വരികയും BP വരിക, അങ്ങനെ ഒരുപാട് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ മാസമുറയിൽ വ്യതിയാനങ്ങൾ, മാസമുറ വരാതിരിക്കുക, നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ആവരണം എൻഡോമെട്രിയോ എന്ന് പറയും, അത് അമിതമായിട്ട് കട്ടി വയ്ക്കുക. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഭാവിയിൽ യൂട്രസിൽ ക്യാൻസർ, ഓവറിയൻ ക്യാൻസറിനേക്കാളും അത് യൂട്രസിലോട്ടാണ് കൂടുതൽ ബാധിക്കുന്നത്. പ്രശ്നം ഓവറിയിലാണ് തുടക്കമെങ്കിലും അത് യൂട്രസിലോട്ടാണ് ബാധിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ മുഴ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അതൊരു ക്യാൻസർ ഭയം വേറെ ആ ഒരു അവസ്ഥയിലേക്കാണ് പൊതുവേ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ക്യാൻസർ അല്ലാതെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ചില മുഴകളെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പം ഈ മുഴകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനമായും ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയറുവേദനയാണ്. അപ്പോൾ വയറുവേദന ഉള്ള ഒരാൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴയുണ്ടെന്നറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റും ഉണ്ട്, ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സിസ്റ്റുകളുണ്ട്, കട്ടിയുള്ള മുഴകളുണ്ട്. അപ്പോൾ ഈ കട്ടിയുള്ള മുഴകളാണ് അതിൻ്റെ ഈ ഓവറി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അവയവമാണ്. അതിൽ നിന്ന് വരുന്ന ഈ മുഴകൾ അതിൻ്റെ തണ്ടിങ്ങനെ ചുറ്റിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്, നമ്മൾ ടോർഷൻ എന്ന് പറയും. കുറച്ച് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തണ്ട് ചുറ്റിയിട്ട് അതിലോട്ടുള്ള രക്തഓട്ടം കുറയും, ഭയങ്കരമായി വയറുവേദന വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റാനുണ്ട്. നമ്മൾ കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ ടോർഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഡെർമോയിഡ് പോലത്തെ മുഴ, ഡെർമോയിഡ് എന്ന ഒരു തരം മുഴയുടെ പേരാണ് ഡെർമോയിഡ്. അത് ശരിക്കും ക്യാൻസർ അല്ല. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടല്ലോ? ഇല്ല, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഡെർമോയിഡ് ടെറട്ടോമ എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. അത് നമ്മൾ ഓവറിയിൽ വരുന്ന തരം മുഴകൾ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു തണ്ടിൽ ഒരു ബോൾ ഇരിക്കുന്ന പോലെ അതിങ്ങനെ ചുറ്റിയിട്ട് ഈ തണ്ടിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ തണ്ട് വഴിയാണ് അതിന് രക്തഓട്ടം കിട്ടുന്നത്. അപ്പോൾ അത് വലിപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് വന്ധ്യതയാണ്. പറഞ്ഞല്ലോ, അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വന്നിട്ട് വേണം വരേണ്ടത്. വന്ധ്യതയുമായിട്ട് റിലേറ്റഡ് നമ്മളെപ്പോഴും കാണുന്ന മുഴകളെന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസാണ്. എൻഡോമെട്രിയോസിസ് ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ റീസൺ കറക്റ്റായിട്ട് അറിയാൻ വയ്യ. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുള്ള ധാരാളം സ്ത്രീകളുണ്ട് ഇപ്പോൾ. എൻഡോമെട്രിയോസിസിൻ്റെ ഒരു റീസൺ നമ്മുടെ ലേറ്റ് മാരേജാണ്. അപ്പം ഒരുപാട് പിന്നെ വലിയ ഗ്യാപ്പ്, ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസി, ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം. അതൊരു എങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറയുന്നത് അത് പല വലിപ്പത്തിലുണ്ടാകും. ചെറുത് മുതൽ നല്ല വലിയ വലിപ്പം വരെ ഉണ്ടാകും. അത് ശരിക്കും ക്യാൻസറൊന്നും അല്ല, പക്ഷെ അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന ഒരു ക്യാൻസർ പോലെയാണ്. ക്യാൻസറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള അവയവങ്ങളിലൊക്കെ ഒട്ടിപ്പിടിക്കുക, പടർന്ന് വ്യാപിക്കുക, അങ്ങനെയുള്ളതാണ്. പിന്നെ ഈ എൻഡോമെട്രിയോസിന് ഒരു ഇമ്മ്യൂണോളജി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ആ ഒരു ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അത് യൂട്രസിനെയും അടുത്ത ട്യൂബിനെയും അടുത്തുള്ള അവയവങ്ങളേക്കും ഒട്ടിപ്പിടിക്കുകയും ഭയങ്കരമായി വയറുവേദന ഉണ്ടാകുകയും മാസമുറ സമയത്തുണ്ടാകുന്ന വയറുവേദന, നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയും, അതൊക്കെ ഭയങ്കരമായിട്ട് അത് അങ്ങനെയുള്ളവർക്ക് വന്ധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് അവർക്ക് ഈ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിസ്റ്റ് നമ്മൾ ഒരു ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടായാൽ നമ്മളെല്ലാവരും ഓവറി അല്ല എടുത്ത് കളയുന്നത്, കഴിയുന്നതും നമ്മൾ സിസ്റ്റ് മാത്രമേ എന്ന് പറഞ്ഞാൽ ഓവറി എന്നും സ്ത്രീക്ക് ആവശ്യമുള്ള ഒരു അവയവമാണ്. നമ്മൾ അണ്ടോൽപാദനത്തിന് മാത്രമല്ല, അവരുടെ സ്ത്രീത്വം നിലനിർത്തുന്നതിന്, അവരുടെ ബോഡിയുടെ ആരോഗ്യത്തിന്, ഇപ്പോൾ ബോണിൻ്റെ ആരോഗ്യത്തിനെല്ലാം വേണം ഓവറി. അപ്പോൾ നമ്മൾ ഓവറിയെ കഴിയുന്നത് നമ്മൾ നശിപ്പിച്ച് കളയത്തില്ല, എടുത്ത് കളയത്തില്ല. ഇപ്പോൾ സിസ്റ്റാണെങ്കിൽ നമ്മൾ സിസ്റ്റ്, ഈ എൻഡോമെട്രിയോസിസിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ ശരിക്കും ഈ സിസ്റ്റ് എടുത്ത് മാറ്റിയാൽ അത് വീണ്ടും വളരാൻ സാധ്യതയുണ്ട്, വീണ്ടും വളരും. അപ്പോൾ ഒരു സിസ്റ്റ് എടുത്ത് മാറ്റിയാൽ അടുത്ത് വീണ്ടും. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, പക്ഷെ ഒന്നും ശാശ്വതമല്ലാത്ത ഒരു അസുഖമാണ്. അപ്പോഴേ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തൽക്കാലം അവർക്കിപ്പോൾ വന്ധ്യതയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്?
ഞാൻ ചിത്രയാണ് തിരുമലയിന്ന്. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഇത് ഡോക്ടർ, എനിക്ക് ഒരു 42 വയസ്സുള്ള സമയത്ത് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഹലോ, പറയൂ കേൾക്കാം. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ഞാൻ 3 ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലും 2 പ്രൈവറ്റ് ഹോസ്പിറ്റലിലും. അപ്പൊ 3 ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ അത് എടുത്തായിരുന്നു ഡോക്ടർ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു 53 വയസ്സുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, ബോഡി പെയിൻ ആണ്. ഇത് എടുക്കാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ബോഡി എല്ലാം വേദനയായിരുന്നു. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇങ്ങനെ ഇത് സിസ്റ്റ് ആണ്, അത് എടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, നല്ല എപ്പോഴും ഇങ്ങനെ അസുഖം വന്നോണ്ടേയിരിക്കും. സിസ്റ്റ് മാത്രം എടുത്തോ? അടുപ്പിച്ച് എനിക്കിങ്ങനെ ഇത് ബ്രീത്തിങ്ങിന് പ്രോബ്ലം, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഇങ്ങനെ വരും. ഈ ഓവറി മാത്രം എടുത്തോ അതോ യൂട്രസ് റിമൂവ് ചെയ്തു? ഇത് യൂട്രസ് എടുത്തു, ഒരു ഓവറി എടുത്തു. യൂട്രസും ഈ അസുഖം ഉണ്ടായിരുന്ന ഓവറി എടുത്തു അല്ലേ? അതെ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഓപ്പറേഷൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞല്ലോ 3 സ്ഥലത്ത് നിങ്ങൾ കാണിച്ച് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ സിസ്റ്റ് ആയിരിക്കും. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നല്ല. ക്യാൻസർ എന്ന് നമുക്ക് തോന്നിയില്ല. ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഡോക്ടർ, പറഞ്ഞാൽ മതി. അപ്പം ഈ മുഴ എന്തെങ്കിലും നമ്മൾ അവിടുത്തെ ടിവിയുടെ വോളിയം കൂട്ടി വെച്ചിരിക്കുകയാണോ എങ്കിൽ ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മാറി നിന്ന് സംസാരിക്കണം കുറച്ച് ടിവിയിൽ നിന്ന്. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ടിവിയുടെ അടുത്ത് മാറി നിന്നാ സംസാരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ മുഴ നമ്മൾ ഓപ്പറേഷൻ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വലിയ വലിപ്പമുള്ള മുഴയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ പറയും. പിന്നെ അല്ലെങ്കിൽ അത് ഇരുന്നിട്ട് നമ്മൾ ചേഞ്ചസ് വന്നിട്ട് അത് ക്യാൻസർ ആവാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഓപ്പറേഷൻ പറയും. അപ്പം നിങ്ങൾക്കിപ്പോൾ യൂട്രസും കൂടെ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മുഴ തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോ ഓവറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ഓവറി വെച്ച് ഒരു ഓവറി വെച്ചിരിക്കുന്ന നമ്മൾ ആ ഓവറി അതല്ലെങ്കിൽ അണ്ടാശയം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഫങ്ഷൻസ് ഡോക്ടർ ഓവറി പിന്നെ എന്തെങ്കിലും ഫർദർ പ്രോബ്ലം വരികയാണെങ്കിൽ എടുക്കാനാണ് പറഞ്ഞത്. അതെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൊണ്ടുപോയി കാണിച്ചിരുന്നു, സ്കാൻ ചെയ്ത് നോക്കി, അപ്പൊ കുഴപ്പമൊന്നും അതാണ്. പിന്നെ ഞാൻ പോയിട്ടില്ല. അതെ. അതിപ്പോൾ നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നം. അപ്പോൾ ഈ ഓരോ ഓവറി ഇരുന്നാലും നമ്മുടെ ശരീരത്തിൽ ഒരു അണ്ടാശയത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഗുണങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനാണ് നമ്മൾ ഓരോ ഓവറിയെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഓവറിയിൽ ഓരോ ഓവറി നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമൊന്നും, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ വരാറില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും ക്ഷീണങ്ങളും ഒന്നും മിക്കവാറും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ശ്വാസം മുട്ടലോ ദേഹം വേദനയോ ഒന്നും മിക്കവാറും അണ്ടാശയത്തിൻ്റെ ഒരു അസുഖം കൊണ്ടിട്ടോ അല്ലെങ്കിൽ അണ്ടാശയം മാറ്റിയത് കൊണ്ടിട്ടോ ഉള്ളതാവാൻ സാധ്യതയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചെക്കപ്പുകൾ നടത്തും. ഇതുമായിട്ട് ക്ലബ് ചെയ്തൊരു സംശയം, ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും പെയിൻ ആണ്. അത് കുറച്ച് വെയിറ്റ് എടുക്കാനൊന്നും പറ്റൂല, പെട്ടെന്ന് ക്ഷീണം വരുന്നു. അത് അപ്പോൾ വേറെ എന്തെങ്കിലും അതിന് കാരണം ഉണ്ടോ എന്ന് നോക്കണം. മിക്കവാറും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഓവറിയുമായിട്ട് ബന്ധപ്പെട്ടതാവാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. ഈ കോളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സംശയം, അത് ഈ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കുമോ ഈ പറഞ്ഞ ഈ ജോയിന്റ് പെയിൻ ഇതുപോലത്തെ കാര്യങ്ങൾ എന്നുള്ള ഒരു സംശയം? അത് ഞാൻ പറയാം. യൂട്രസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, നമ്മൾ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉപയോഗമില്ലാത്ത സാധനമാണെന്നൊരു വിചാരമുണ്ട്. അത് പലപ്പോഴും നമ്മളത് അങ്ങനെ വിചാരിക്കാൻ കാരണം തന്നെ പല അസുഖങ്ങളുമായിട്ട്, ഇപ്പോൾ 1 മാസം മാത്രം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഉടനെ പല സ്ത്രീകളും പറയും എൻ്റെ ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ചുമ്മാ കളയാൻ പറ്റുന്ന ഒരു ഓർഗനായിട്ടാണ് യൂട്രസ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഹിസ്റ്ററക്ടമി എന്ന് പറയുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ്. ശരിക്കും ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഗവൺമെൻറ് അത് ഓഡിറ്റൊക്കെ ചെയ്യുന്നുണ്ട്, എന്തിനാണ് നീ ഒരാളിൻ്റെ യൂട്രസ് എടുത്തതെന്ന്. അത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന മാത്രമല്ല എൻ്റെ ഫങ്ഷൻ, വേറെ ഒരുപാട് ഫങ്ഷൻസും ഉണ്ട് അതിന്.
അപ്പം ഈ യൂട്രസ് എടുക്കുമ്പോൾ നമ്മൾ ഓവറി വെച്ചാലും അതിൻ്റെ പ്രവർത്തനം കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ വിളിച്ച കോളറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 53 ആണ്. അപ്പോൾ അവർക്കിപ്പോൾ യൂട്രസും ഓവറിയൊക്കെ ഉണ്ടെങ്കിലും ഓവറിയുടെ എല്ലാം പ്രവർത്തനം കഴിയാനുള്ള സമയമായി. അതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെനോപോസ് ആയി കഴിഞ്ഞു പിന്നെ സഡനായിട്ട് നമ്മൾ യൂട്രസും ഓവറിയൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആ സമയത്ത് വന്നിട്ട് അതിൻ്റെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവർക്ക് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ് കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഹലോ, ഇത് കൊല്ലത്തുനിന്നാണ്. പേര് പറയാമോ? ദീപ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എനിക്കും ഈ 41 വയസ്സിൽ എനിക്കും ഇതേപോലെ ഓവറി സിസ്റ്റ് വന്ന് അതൊരു 20 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അത്രയും വലിപ്പമായിരുന്നല്ലേ? ഓക്കെ. മാത്രമല്ല അതൊരു ക്യാൻസർ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയിരുന്നു. ഓക്കെ, പറയും. എനിക്ക് ഓവറി മൊത്തം എടുത്ത് കളയും, യൂട്രസ് എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. അപ്പൊ അതിനു മുമ്പ് വരെ എനിക്ക് ശരീരം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ചൂട്, അതായത് ചൂടുകുരു വരിക, ശരീരം മൊത്തം മുട്ടുവേദന, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എത്ര? 42. ഇപ്പൊ ഈയിടെ മാറ്റിയിട്ടേ ഉള്ളൂ. 1 year ആയിട്ടേ ഉള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞു. 1 year ആയിട്ടേ ഉള്ളൂ. ഓ ശരി. അപ്പോൾ അങ്ങനെ വരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഓവറി മാറ്റുമ്പോൾ മാത്രമല്ല യൂട്രസ് മാറ്റുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി കുറച്ച് എക്സർസൈസും അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് മാറ്റാൻ പറ്റും. കുറച്ച് നമ്മുടെ മൾട്ടി വൈറ്റമിൻസൊക്കെ കഴിക്കുമ്പോഴൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്ക് ഹോർമോൺ റീപ്ലേസ് ചെയ്യുന്ന തെറാപ്പിയുണ്ട്. ഹോർമോൺ മരുന്നുകൾ തന്നെ കഴിക്കുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിങ്ങളിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറോട് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ വേറെ നമ്മുടെ ബ്രസ്റ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വേറെ അസുഖങ്ങൾ വരാതെയൊക്കെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഹോർമോൺ തെറാപ്പി പോകും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറ്റുക, നമ്മൾ നല്ല ആഹാരമൊക്കെ കഴിക്കുക, കാൽസ്യം, ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കുക, എക്സർസൈസ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഹിസ്റ്റക്ടമി കഴിയുമ്പോൾ അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ നാട്ടുകാരെല്ലാം പറയും ബെഡ് റെസ്റ്റ് എടുത്തോളാം. ഭയങ്കര റെസ്റ്റ് എടുക്കും. ഒരുപാട് റെസ്റ്റ് എടുക്കുമ്പോൾ എന്താണ്, അമിതമായിട്ട് വെയിറ്റ് കൂടും. ഈ വെയിറ്റ് ഗെയിൻ ഈ ഏജിലൊക്കെ പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ വരുമ്പോൾ നമ്മുടെ ജോയിൻസിലൊക്കെ പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറീസ് ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു 5-6 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പഴയ ലൈഫിലേക്ക് മടങ്ങാൻ പറ്റും. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും 5-6 ആഴ്ച കഴിയുമ്പോൾ. പക്ഷെ പലരും എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം റെസ്റ്റ് എടുക്കുന്നത്. അത്ര ഒരു റെസ്റ്റൊന്നും ആവശ്യമില്ല. ആ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പഴയ ലൈഫിലേക്ക് മടങ്ങിപ്പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കുക, അത് മാത്രം മതി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഏറ്റവും ബേസിക്, അതായത് സാധാരണ മനുഷ്യർക്ക് ഈ ഒരു പലപ്പോഴും മുഴ വളർന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ ഏർലി സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പൊതുവായിട്ട് ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്നൊന്ന് പറയാം. ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ വയറുവേദന, വയറിനൊരു അസ്വസ്ഥത. നമ്മൾ വയറ് പണ്ടത്തെ ഇരുന്നതിനേക്കാളും കുറച്ചും കൂടെ വീർത്ത് വരും, ഒരു വലിപ്പം വെച്ച് വരും, എന്തോ ഒരു വയറിനകത്തൊരു ബ്ലോട്ടിങ് ഫീല്, എന്തോ ഒരു വ്യത്യാസം വന്നതായിട്ട് നമുക്ക് തന്നെ തോന്നുക. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ്. ചിലർക്ക് ബ്ലീഡിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും, ചിലർക്ക് വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും. പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണെങ്കിൽ എല്ലാ ക്യാൻസറിനുള്ള പോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് വരും, ആഹാരം വേണ്ടാതെ വരും ക്യാൻസർ ആണെങ്കിൽ. അല്ലാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അണ്ഡാശയ മുഴയെന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും ക്യാൻസർ അല്ല, വളരെ ചെറിയൊരു ശതമാനമേ ക്യാൻസറുള്ളൂ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ വിളിച്ച കോളർ പറഞ്ഞതുപോലെ 20 സെൻറ്റിമീറ്റർ വലിയൊരു കട്ടിയാണ്. അതിങ്ങനെ വയറിനകത്തിരിക്കുമ്പോൾ അത് കുടലിനെയൊക്കെ അമർത്തിയിട്ട് അവർക്ക് ചിലർക്ക് മോഷൻ പോവാതെ വരും, മലം പോകാൻ ബുദ്ധിമുട്ട്, മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള അസ്വസ്ഥത. അപ്പം നമുക്ക് റുട്ടീനിൽ സാധാരണ ഇരുന്നതിനേക്കാളും ഒരു വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്.
നമ്മൾ അതിനോട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, ഇപ്പം വയറിലൊക്കെ മുഴകളൊക്കെ തന്നെ പണ്ടെല്ലാം വളരെ വലുതായിട്ട് പോലും സ്ത്രീകൾ അറിയാറില്ല. ശരിക്കും ഒരു ഗർഭിണിയുടെ മാസത്തികയായ ഒരു ഗർഭിണിയുടെ അത്രയും യൂട്രസ് വലുതായി വന്നാൽ പോലും അറിയാത്ത സ്ത്രീകളുണ്ടായിരുന്നു. അത് ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്നെല്ലാവരും കുറച്ച് അവെയറാണ്, കുറച്ചതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബീസിറ്റിയാണ്, വണ്ണം. അമിത വണ്ണം കാരണം എന്ത് വളർന്നു വന്നാലും നമുക്ക് നോക്കിയാൽ പോലും നമുക്ക് ഡോക്ടർമാർക്ക് പോലും അത് പുറമേ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ സ്കാനിങ് പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ്? ഞാൻ കുമ്പളങ്ങിന്ന്, ഇവിടെ എറണാകുളത്തുനിന്നേ ഒരു പേഷ്യന്റ് വിളിക്കുക. ഓക്കെ ഓക്കെ ചേച്ചി, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ചൊന്ന് സംസാരിക്കാമോ? ടിവിയുടെ വോളിയം ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കോ, എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ പിന്നെ ഡോക്ടറെ, എനിക്ക് പിന്നെ ഇവിടെ ഈ അണ്ടാശയത്തില് ഒരു മുഴയുണ്ട്. അത് പറഞ്ഞോളൂ പറഞ്ഞോളൂ. തളർന്ന് ഒരു വശം തളർന്നിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ചോദിക്കണത്. മുഴയുണ്ട്. അത് എങ്ങനെ വന്നാന്ന് എനിക്ക് അറിയില്ല. എങ്ങനെ അറിഞ്ഞു മുഴയുണ്ടെന്ന്? അത് എന്താണെന്ന് ചോദിക്കാനാണ് ഡോക്ടർ വിളിച്ചത്. അല്ല, എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾക്ക് മുഴയുണ്ടെന്ന്? എങ്ങനെ മുഴയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ മുഴ ഇങ്ങനെ തള്ളി വരും. വയറിലോ? വെറുതെ ഇരിക്കുമ്പോഴും എല്ലാപ്പോഴും മുഴ തള്ളി ഇങ്ങനെ ഇരിക്കണേന്. അണ്ടാശയത്തിലാണോ അതോ നമ്മളെ യോനി ഭാഗത്തിലാണോ? എങ്ങനെ? അണ്ടാശയം മുഴ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വയറിലാണോ കാണുന്നത് അതോ യോനി ഭാഗത്താണോ? മനസ്സിലാവുന്നില്ല. അത് പിന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. മുഴ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കണേ. വയറിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഞാനേ അത് നമ്മൾ പരിശോധനകൾ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പരിശോധന ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത് ചികിത്സിക്കേണ്ട മുഴയാണോ അത് കുഴപ്പമില്ലാത്തതാണോ എന്ന്. നിങ്ങൾ ഈ തളർന്നിരിക്കുന്നതിന് ഏത് ഡോക്ടറെ കാണുന്നേ? എവിടെയാ കാണിക്കുന്നത്? എവിടെയാ ചികിത്സിക്കുന്നത്? 7 വർഷമായി ഞാൻ തളർന്നിരിക്കണം. അത് തന്നെ. അപ്പൊ അതിനുള്ള ചികിത്സ എവിടെയാണ് എടുക്കുന്നത്? അതാ എന്താണെന്നറിയില്ല. ഇങ്ങനെ അല്ല ചേച്ചി, ഡോക്ടർ ചോദിച്ചത് മുഴ ഇങ്ങനെ ഇരിക്കണത്. ഡോക്ടർ ചോദിച്ചത് ഇപ്പോ ഉള്ള അസുഖത്തിന് ചികിത്സിക്കുന്നുണ്ടല്ലോ, അത് എവിടെയാണ്? അത് എവിടെ, ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറിനെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോ ഉള്ള അസുഖത്തിന് ഇപ്പൊ ഡോക്ടറിനെ കാണുന്നില്ലേ? കാണിച്ചിട്ടില്ല. ഇപ്പൊ ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിക്കൂ. അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കുക. കാണിച്ചിട്ട് അവർ പറയുന്നതനുസരിച്ച് കൂടുതൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ മുഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ഈ ഗർഭകാലത്ത് ഇതുപോലെ മുഴകൾ വരാനുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ എങ്ങനെയാണ് എന്നൊന്ന് പറയാം. ഗർഭകാലത്തും ഇതുപോലത്തെ മുഴകൾ വരാറുണ്ട്. ഗർഭകാലത്ത് വരുന്ന മുഴകൾ വളരെ ചുരുക്കമായി മാത്രമേ ക്യാൻസർ ആവുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ക്യാൻസറായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഗർഭകാലത്ത് വരുന്ന മുഴകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചികിത്സയ്ക്കും ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഒരു ഗർഭിണിയെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് അതിൻ്റെ കൂടെ ചികിത്സിക്കുന്നു. ഇപ്പം ഞങ്ങൾ വളരെ നല്ലവണ്ണം അസസ് ചെയ്തിട്ട് അതിനൊരു ചികിത്സ വേണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കും. ഗർഭിണി ആയ ഉടനെ ഇപ്പം ആദ്യത്തെ മാസങ്ങളിലെ സ്കാനിങ്ങിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു തരം മുഴയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു ചികിത്സയും വേണ്ടുന്നതല്ല. അത് അണ്ടാശയത്തിൽ തന്നെ നമ്മൾ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം എന്ന് പറയും. കോർപ്പസ് ലൂട്ടിയോ എന്ന് പറയുന്നത് നമ്മളെ അണ്ടം പുറത്ത് വന്നിട്ട് ആ ഭാഗമാണ്. അവിടെ നിന്ന് വരുന്ന ഹോർമോൺ കൊണ്ടാണ് നമ്മൾ ഗർഭിണിയായ ഉടനെ ആ ഗർഭം അലസി പോവാതെ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയം കുറച്ച് വലുതായിട്ട് കാണുന്ന പലരും ഉണ്ട്.
അപ്പോൾ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ടും ആൾക്കാർ പേടിച്ചാണ് വരുന്നത്, അയ്യോ എനിക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു സിസ്റ്റാണ്. അതിൽ നിന്ന് ഹോർമോൺ വന്നിട്ട് വേണം ഈ പ്രഗ്നൻസി അവിടെ അലസിപ്പോകാതെ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റാണ് ആദ്യ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് വളരെ വലിപ്പം കുറഞ്ഞ സിസ്റ്റാണ്. മിക്കവാറും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിനെ ഇമ്മീഡിയറ്റായിട്ട് ചികിത്സ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മിക്കവാറും 5 സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ ഒരു ചെറിയ മുഴയായിരിക്കും. അത് തനിയെ പോകുന്നതാണ്, നമുക്കതിന് ഒരു ചികിത്സയും വേണ്ട. തനിയെ ഈ സമയം കഴിയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ അതങ്ങ് പോകും. പക്ഷെ നമ്മൾ ഏത് മുഴ കണ്ടാലും നമ്മൾ അടുത്ത സ്കാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കും ഇതിന് വലിപ്പം വയ്ക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെല്ലാം നമ്മൾ പത്തോളജി ടെസ്റ്റ് ചെയ്താലേ നമ്മൾ ഇന്ന മുഴയാണെന്ന് ഡെഫിനറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് ആണെങ്കിൽ അത് തന്നെ പോകും. അല്ല വളരുന്ന മുഴകളാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിൻ്റെ മുഴ നമുക്ക് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് ഒരു 5 മാസത്തിനുള്ളിൽ അപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്ത് അതിനെ മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ. മാറ്റാതെ ഗർഭകാലം മൊത്തം കൊണ്ടുപോകാൻ പറ്റുന്ന മുഴകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെർമോയിഡ് എന്ന് പറയുന്ന സിസ്റ്റുകൾ, അതൊക്കെ എൻ്റെയൊക്കെ ഒരു പ്രശ്നം അതിൻ്റെ തണ്ട് ചുറ്റുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഗർഭിണിക്ക് അത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം നമ്മളൊരു 3 മാസം കഴിയുമ്പം ഓപ്പറേഷൻ ചെയ്ത് അതിനെ മാറ്റും. അല്ലെങ്കിൽ നമ്മൾ ഗർഭകാലത്ത് കഴിയുന്നത് നമ്മളൊരു ഓപ്പറേഷനൊന്നും പോകത്തില്ല. പിന്നെ ചിലർക്ക് നമ്മൾ അത് പ്രസവം കഴിഞ്ഞ് നമ്മൾ അപ്പോഴും അവനൊരു ചാൻസ് ഉണ്ട് അത് ചെറുതാവാൻ. ഗർഭകാലമെല്ലാം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിയുമ്പോൾ സാധാരണ കുഴപ്പമില്ലാത്ത മുഴകൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, വീണ്ടും സ്കാൻ ചെയ്ത് നോക്കും അതിന് വളർച്ചയൊക്കെ കുറഞ്ഞോ കുഴപ്പമില്ലാതിരിക്കുന്നു. അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന സിസ്റ്റുകളുണ്ട്. ചുരുക്കം ചിലർക്ക് നമ്മൾ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്തത് മാറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ ഗർഭകാലത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മുഴകൾ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെയോ അതിൻ്റെ വളർച്ചയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും? കുഞ്ഞിനെയൊക്കെ സാധാരണഗതി ബാധിക്കാറില്ല, കുഞ്ഞിൻ്റെ വളർച്ചയൊന്നും ബാധിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്പോൾ ചെയ്യുന്ന സർജറി കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഗർഭത്തെ ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സർജറിക്കൊക്കെ പോകുന്നതിൻ്റെ റിസ്ക്കാണ് അവിടെ ഉള്ളത്. അല്ലാതെ മുഴകൾ ആസ് സച്ച് കുഞ്ഞിനെ ബാധിക്കാറില്ല. ഡോക്ടർ, ഈ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ ഓവറിയെ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് ഓവറി അത്ര പെട്ടെന്നൊരു സെക്കൻഡറീസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ക്യാൻസർ വ്യാപിച്ച് വേറൊരു സ്ഥലത്തോട്ട് സെക്കൻഡറി ആയിട്ട് ഓവറിയിലും അത് വരാറുണ്ട്. ഇപ്പം നമ്മുടെ അന്നനാളത്തിൽ താഴ്ഭാഗങ്ങളിൽ കോളോണിൽ കുടലിലൊക്കെ വരുന്ന ക്യാൻസറിൻ്റെ ഡെപ്പോസിറ്റ് നമ്മൾ സെക്കൻഡറി ആയിട്ട് ഓവറിയിൽ കാണാറുണ്ട് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ വരുന്ന ഡെപ്പോസിറ്റ്സ് മിക്കവാറും 2 സൈഡിലും വരും, അണ്ഡാശയത്തിൻ്റെ 2 സൈഡിലും വരും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് കുഴപ്പമെന്ന്. അപ്പം ഈ ക്യാൻസർ എന്ന് പറയുന്നതും പലതും നമ്മൾ പ്രൈമറി നിന്ന് സെക്കൻഡറി എന്ന് പറയുന്നത് ഇപ്പോൾ ഓവറിയിൽ തന്നെ ആദ്യം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന്. അപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്ന മിക്കവാറും 2 ഓവറിയിലും വരും. അങ്ങനെ പടർന്നിട്ട് വരുന്നത് വേറൊരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് ബാധിക്കുന്നത് മിക്കവാറും 2 ഓവറിയിൽ ഒരേ സമയം 2 ഓവറിയും ബാധിക്കും. അത് 2 അവയവങ്ങൾ രണ്ടിനെയും ബാധിക്കും. അത് അതിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ ഓവറിയുടെ ഒരു അസുഖമല്ല. അത് ഓവറിയിലോട്ട് ഇത് പകർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഇന്ദു എന്നാണ്. ഞാൻ തിരുവനന്തപുരം വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയും. ഹലോ ഡോക്ടർ. പറയും. ഡോക്ടർ, എനിക്ക് 28 വയസ്സായി. സെക്കൻഡ് ഡെലിവറി സമയത്ത് ഒരു 4-5 മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോ അവിടെ സിമ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സിസ്റ്റിന്റെ പ്രോബ്ലം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വലിയ പ്രശ്നമായിട്ട് എടുക്കണ്ട. അത് എനിക്ക് CC ആയിരുന്നു, ഫസ്റ്റ് ഡെലിവറി CC ആയിരുന്നു, സെക്കൻഡ് അപ്പൊ അതായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും അപ്പോഴേ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അപ്പോഴേ ആ സമയത്ത് എടുത്ത് കളയുമെന്ന് അവരന്ന് പറഞ്ഞിരുന്നേ. അപ്പോ ഇത് ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് നമ്മുടെ ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പോ ഞാൻ ഈ കാര്യം എനിക്ക്
ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവര് അപ്പോഴും പറഞ്ഞത് നമ്മൾ ഈ ഓപ്പറേഷൻ സമയത്ത് അത് റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അവരെ ഞാൻ അറിയിച്ചു. അപ്പൊ അവര് അത് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ, അത് എടുത്ത് മാറ്റിയോ ഇല്ലേ എന്നൊന്ന് പറയാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് ആ റിപ്പോർട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കതൊന്നും അറിയാനും പറ്റിയില്ല. പിന്നെ ഞാൻ റൊട്ടീൻ ചെക്കപ്പിന് പോയിട്ടുമില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക്? അങ്ങനെ നിങ്ങൾക്ക് സിസേറിയൻ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. സിസേറിയൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവയവമാണ് അണ്ഡാശയം എന്ന് പറയുന്നത്. നമ്മൾ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് നോർമൽ നമുക്ക് അണ്ഡാശയത്തിന് വലിപ്പം കൂടുതലോ അതിൽ സിസ്റ്റുകളോ വേറെ ട്യൂമറുകളോ എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പറേഷൻ സമയത്ത് കാണാൻ പറ്റും. ഈ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പം ചെയ്യുന്ന സ്കാനിങ്ങുകളിൽ ആദ്യത്തെ സ്കാനിങ്ങുകളിൽ മാത്രമേ ഇപ്പം കുറച്ച് വലിപ്പമുള്ള സിസ്റ്റ് പോലും കാണാൻ പറ്റുള്ളൂ. ഗർഭപാത്രം വലുതാകുന്നതനുസരിച്ച് പിന്നെ ആ സിസ്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ നോക്കി കാണും. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് വലിപ്പം അത്ര കൂടുതലാണ്, അത് റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു പ്രശ്നവും കാണാൻ വഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായി? ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ അല്ലായിരുന്നു എനിക്ക് സിസേറിയൻ നടത്തിയത്. എനിക്ക് ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാരണം ഡോക്ടർ അല്ല എന്നാലും ഏർപ്പാടാക്കിയ ചെയ്തത്. അല്ല എന്താണെങ്കിലും ഇപ്പോൾ ഏത് ഡോക്ടർ സിസേറിയൻ ചെയ്താലും സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അണ്ഡാശയത്തിലൊരു മുഴയുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ഡോക്ടർമാരും യൂട്രസിൻ്റെ 2 സൈഡും നമ്മൾ നോക്കും. ഇപ്പോൾ ചിലപ്പോൾ നമുക്കത് പുറത്തോട്ട് തന്നെ കാണാൻ പറ്റും ഓവറിയെ. ആ ഓവറിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്കിപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എന്റെ മോൾക്ക് ഇപ്പൊ 2-3 വയസ്സാവാൻ പിന്നെ നമുക്ക് മാസം മുറയെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വ്യത്യാസമാണെങ്കിലും കറക്റ്റ് മാസത്തിലായിരിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പവും കാണാൻ സാധ്യതയില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഗർഭിണി ആവുമ്പം നമ്മൾ ആദ്യത്തെ സ്കാനിങ്ങുകളുണ്ടല്ലോ, അപ്പം നമുക്കറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെ സിസേറിയൻ ആയതുകൊണ്ട് ഇത് നിർത്തിയായിരുന്നു, പ്രസവം നിർത്തിയായിരുന്നു. ഇപ്പം 2 കുട്ടികളുണ്ടോ? 2 കുട്ടികളുണ്ട്. മൊത്തം ഒരാള് കഴിഞ്ഞ ഒരു 3 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാ രണ്ടാമത്തെ ആള് നോക്കി. അപ്പൊ ഈ മുഴ കണ്ടത് രണ്ടാമത്തെ ഗർഭത്തിലാണോ ആദ്യത്തിലാണ്? രണ്ടാമത്തെ ഗർഭത്തിലാണ് കണ്ടത്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രസവം കൂടെ നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മുഴയുണ്ടെങ്കിൽ ഡോക്ടർ കാണേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവം നിർത്തുക എന്ന് പറയുന്നത് നമ്മൾ ട്യൂബിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഓവറിയായിട്ട് ചേർന്ന് അടുത്തിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുഴയുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സ അപ്പോഴും ചെയ്തിരിക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയും ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളൊരു മുഴ എടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിശോധനയ്ക്ക് അയക്കും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വഴിയില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാ സംശയം മാറുന്നില്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുക, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഡോക്ടർ അവിടെ വെച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെക്കപ്പിന് വേണ്ടി പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രോഗ്രാം കേട്ടത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, വയറ് വീർപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു ചെക്കപ്പിന്റെ കാര്യം സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അല്ല, പ്രസവം നിർത്തിയ ആളാണെങ്കിൽ ശരിക്കും ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ ഡോക്ടർ കാണേണ്ടതാണ്. അപ്പം മിക്കവാറും ഒന്നും കാണില്ല. ഒന്നും പറയാത്ത സ്ഥിതിക്ക് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ സംശയ നിവാരണത്തിന് മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരി ഡോക്ടർ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ മാസമുറ നിന്ന സ്ത്രീകളിൽ ഈ പറഞ്ഞതുപോലെ അണ്ഡാശയ മുഴകൾ വരാനുള്ള സാധ്യതയുണ്ടോ? മാസമുറ നിന്ന സ്ത്രീകളിലും അണ്ഡാശയ മുഴകൾ വരാൻ സാധ്യത ഉണ്ട്. മാസമുറ നിന്ന സ്ത്രീകളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാസമുറ നിന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓവറിയിലുണ്ടാകുന്ന ധാരാളം മുഴകൾ അതിൻ്റെ ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന ഫങ്ഷണൽ സിസ്റ്റാണ്. പിന്നെ യങ് ഏജിൽ വരുമ്പം നമുക്കതൊരു ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മാസമുറ നിന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മെനോപോസായ സ്ത്രീകളിൽ അണ്ഡാശയ മുഴകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് ഇപ്പം സ്കാനിങ് പരിശോധനകളിലൂടെ തന്നെ നമുക്ക് പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് സ്കാനിങ്ങിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സംശയം തോന്നാം ക്യാൻസർ ആണോന്ന്. ഇപ്പോൾ കട്ടിയുള്ള ഈ സിസ്റ്റ് ആയിരിക്കില്ല, വെള്ളം കെട്ടി കിടക്കുന്ന, അല്ലെങ്കിൽ സിസ്റ്റും
കുറച്ച് ഭാഗത്ത് വെള്ളം കെട്ടുകയും മറ്റു ഭാഗം കട്ടിയായിട്ടിരിക്കുകയും ചെയ്യുന്ന കോംപ്ലക്സ് സിസ്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ള സിസ്റ്റുകളെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിസ്റ്റ് കണ്ടത്, പിന്നെ അതിൻ്റെ സൈസ് ഇപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള സിസ്റ്റുകൾ നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും ഈ മാസമുറ നിന്നവർക്ക് നമ്മളത് സിഗ്നിഫിക്കൻ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മളതിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. ഇവർക്ക് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ തന്നെയുണ്ട് ക്യാൻസറിനുള്ള ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു മുഴയുണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ അതിലൊരു കട്ടിയുള്ള ഭാഗമുണ്ട്, അതിൻ്റെ കൂടെ വയറിനുള്ളിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൈറ്റിസ് എന്ന് പറയും. ഈ വയറിനുള്ളിൽ വെള്ളം കെട്ടുന്നത് എപ്പോഴും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. എല്ലാ വയറിലെ വെള്ളക്കെട്ടും അതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു മുഴയും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു വെള്ളക്കെട്ടും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡൗട്ട് ചെയ്യും ക്യാൻസറിൻ്റെ ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ മാസമുറ നിന്ന സ്ത്രീകളിൽ എപ്പോഴും അതൊരു ഓവേറിയൻ ക്യാൻസർ ഉണ്ടാകുന്ന ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് തന്നെ നോക്കണം, കുഴപ്പമുള്ളതാണോ എന്ന് നോക്കണം. പലപ്പോഴും നമ്മൾ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ഇപ്പം അത് ഇങ്ങനെ ഇരുന്നിട്ട് അത് ക്യാൻസർ ആവാൻ ഒരു സാധ്യത നമ്മൾ സർജറി പറയുക തന്നെ ചെയ്യും. റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഓവേറിയൻ ക്യാൻസർ കുറച്ച് അഡ്വാൻസ്ഡ് ആയാൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സർവൈവൽ റേറ്റ്, അവരുടെ ലൈഫ് സ്പാനൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓവേറിയൻ ക്യാൻസറിന് നല്ല വിജിലൻ്റായിട്ട് തന്നെയാണ് ആ ഏജ് ഗ്രൂപ്പിൽ ഒരു മുഴയായിട്ട് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറായി മാറിക്കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പിന്നെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മെനോപോസ് ഏജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മളൊരു നല്ലതായിട്ട് തന്നെ അതിനെ സ്ക്രീൻ ചെയ്ത് ഒന്നും അല്ല എന്ന് നമ്മൾ തിട്ടപ്പെടുത്തുകയും എന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് തോന്നിയാൽ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. ഡോക്ടർ, ഈ വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സംശയം, ഈ ഓവറിയിലെ അസുഖങ്ങളുള്ളവർക്ക് വയറിൽ വെള്ളക്കെട്ടുണ്ടാകുമോ? അത് എന്താണ് അതിൻ്റെ ഒരു? ഓവറിയിലെ അസുഖങ്ങളെന്ന് പറഞ്ഞാൽ അസുഖം എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾക്കാണ് വയറിൽ വെള്ളക്കെട്ട് വരുന്നത്, ഓവറിയിലെന്ന് വരുന്നത്. വേറെ എല്ലാ ക്യാൻസറിനും വയറിൽ വെട്ടക, ഇപ്പോൾ ലിവറിൽ ക്യാൻസർ വന്നാൽ വരാം, ഇപ്പോൾ വേറെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ട് ലിവറിൽ നമ്മൾ അതിൻ്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ലിവറിൽ വന്നു കഴിഞ്ഞാൽ, ലിവർ ഒരു പ്രധാന അവയവമാണ്, എവിടെ ക്യാൻസർ വന്നാലും അവിടെ പോയി പിടിക്കും, ലിവറിൽ വരും. ചിലർക്ക് നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് നമ്മൾ വയറിലെ വെള്ളക്കെട്ട് വെച്ചിട്ടാണ്. പിന്നെ വേറെ അസുഖങ്ങളുണ്ട്, TB ഇല്ലേ, നമ്മുടെ ട്യൂബർക്കുലോസിസ്, അതുപോലത്തെ അസുഖങ്ങൾക്കും വയറിൽ വെള്ളക്കെട്ട് വരാം. ഏത് വയറിനുള്ളിലെ അതായത് പെരിറ്റോണിയൽ ക്യാവിറ്റിയിലെ ഏത് അവയവത്തിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നാലും വെള്ളക്കെട്ട് വരാം. പിന്നെ ഓവറിയിലെ തന്നെ ചില ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത മുഴകളുണ്ട്. ഈ നമ്മുടെ യൂട്രസിൽ നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന പോലെ ഓവറിയിൽ ഫൈബ്രോമ എന്നൊരു അസുഖമുണ്ട്. ഓവറിയിൽ കണ്ടാൽ ഫൈബ്രോയിഡ് പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു ലക്ഷണം ഈ വയറിലെ വെള്ളക്കെട്ടാണ്. അപ്പം നമ്മൾ ആദ്യം എന്തായാലും നമ്മൾ സർജറി ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇതാണോ എന്നുള്ളത്. പിന്നെ വയറിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ ആണോ എന്നറിയാൻ വെള്ളം കുത്തിയെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ആ വെള്ളം നമുക്ക് പുറത്തൂടെ കുത്തിയെടുത്ത് പരിശോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് ആ വെള്ളം ആസ്പിറേറ്റ് ചെയ്ത് പരിശോധിച്ചാൽ അത് എന്ത് ക്യാൻസർ ആണെന്നുള്ളത് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. വലിയ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം വെള്ളം കെട്ടി കഴിഞ്ഞാൽ അതൊരു സീരിയസ് കണ്ടീഷനായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. എന്താണെന്ന് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. ഡോക്ടർ, ഈ ഓവറിയിൽ ഫൈബ്രോയിഡ് വരാൻ സാധ്യതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, ഓവറിയിൽ വരുന്നത് നമ്മൾ ഫൈബ്രോയിഡ് എന്നല്ല, ഫൈബ്രോമ എന്നാണ് പറയുന്നത്. ഓവറിയിൽ ഫൈബ്രോയിഡ് വന്നുകൂടായികയില്ല. ഇപ്പോൾ ഈ നമ്മൾ ഒരുപാട് ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു തരം സർജറിയാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പ് വഴി നമ്മൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ബിറ്റൊക്കെ വീണിട്ട് ചിലപ്പോൾ ഓവരുടെ പുറത്തുമൊക്കെ ഫൈബ്രോയിഡൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് വരുന്നതാണ്. ഓവറിയിൽ വരുന്ന കട്ടിയായിട്ട് വരുന്ന നമ്മൾ ഫൈബ്രോമ എന്നാണ് പറയുന്നത്. പിന്നെ യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡുകൾ ഓവറിയും കൂടെ ചേർത്തുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറിയിലെ മുഴയായിട്ട് തന്നെ വരും. നമുക്ക് അറിയാൻ പറ്റില്ല അത് ഓവറിയിൽ നിന്നാണോ യൂട്രസിൽ നിന്നാണോ. അതൊക്കെ വലിയ കൂടിയ ടെസ്റ്റുകൾ, MRI പോലത്തെ ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്കറിയാൻ പറ്റും. ഡോക്ടർ, ഈ ഒരിക്കൽ മുഴ വന്ന് നമ്മൾ ഓവറിയിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ടോ? വേറെ മുഴകൾ വരാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, ഒരിക്കൽ വന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പിന്നെ വരണ്ട, ഒരേ പുതിയതായിട്ട് വേറെ മുഴ വരാമല്ലോ. നമുക്കത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 അണ്ഡാശയം ഉണ്ടല്ലോ.
അപ്പം നമ്മൾ ഒരു അണ്ടാശയത്തിൽ ഒരു മുഴ വന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റേ അണ്ടാശയവും നമ്മൾ ശ്രദ്ധിക്കും അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പോൾ ഉണ്ടെങ്കിൽ പലപ്പോഴും സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. ചിലപ്പോഴും സ്കാനിങ്ങിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ഓവറിയിലെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ഓവറിയെ തീർച്ചയായിട്ടും നോക്കും അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരിക്കൽ മുഴ വന്ന് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ എൻഡോമെട്രിയോസിസ് നമ്മൾ റിമൂവ് ചെയ്താലും വീണ്ടും വരും. എൻഡോമെട്രിയോസിസ് പലപ്പോഴും നമ്മൾ സിസ്റ്റ് മാത്രമേ കഴിയുന്നത് റിമൂവ് ചെയ്യുള്ളൂ. സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്താലും വേറെ സിസ്റ്റ് ആ ഓവറിയിലും വരാം. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒരു ലോക്കൽ സ്ഥലത്തുള്ള ഒരു ഡിസീസ് അല്ല, മറ്റേ ഓവറിയിലും വരാം. അപ്പോൾ അത് രണ്ടാമതൊരു പുതിയ അസുഖമായിട്ട് വേറൊരു സിസ്റ്റ് വരാം. ഇരിക്കുന്ന സിസ്റ്റിൻ്റെ ഇപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് പോലെയാണെങ്കിൽ വേറെ ഒരു സിസ്റ്റ് വളർന്നു വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കൽ വന്നതെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ഓവറി അവിടെ ഇരിക്കുന്നിടത്തോളം അവയവം അവിടെ ഉള്ളിടത്തോളം പിന്നെ സിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ ഓവറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഗർഭധാരണവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഓർഗൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഓവറി റിമൂവ് ചെയ്ത കേസിൽ ഒരെണ്ണം അവശേഷിക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസിക്ക് സഹായകമാകുമോ അതോ പ്രഗ്നൻസി ഉണ്ടാകുമോ? അതെ അതെ. പിന്നെ അവർക്ക് പ്രഗ്നൻ്റ് അത് ഒരുപാട് പേര് അൺമാരീഡ് ഗേൾസിൽ ആ ഏജിലൊക്കെ ഓവേറിയൻ ട്യൂമർ വരുന്നത് വളരെ റെയറാണ്. എന്നാലും ചെറുപ്പകാലത്ത് വരുന്ന ഡിസ്ജെർമിനും അങ്ങനെ കുറച്ച് ട്യൂമേഴ്സ് ഉണ്ട്, ചെറുപ്പക്കാരിൽ വരുന്ന ട്യൂമേഴ്സ് ഉണ്ട്. പിന്നെ വലിയ വലിപ്പമുള്ള കുഴപ്പമില്ലാത്തതാണെങ്കിലും വലിയ വലിപ്പമുള്ള ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ ആ ഓവറിയെ മുഴുവൻ നശിപ്പിച്ച് കളയും. പിന്നെ അതിലണ്ടൊന്നും ആ ഓവറിയിൽ ഉണ്ടാവാൻ പറ്റില്ല. വലിയ സൈസ്, നേരത്തെ ഒരാൾ പറഞ്ഞു 20 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ അന്നൊക്കെ വരുമ്പോൾ അത് ഓവറിയെ ഫുള്ളായിട്ടാണ് അത് സിസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ആ ഓവറി വെച്ചാലും അവിടെ അണ്ടമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഫുൾ ആ ഓവറിയായിട്ട് തന്നെയായിരിക്കും മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റേ ഓവറിയെ കാണുള്ളൂ. മറ്റേ ഓവറി നമ്മൾ മറ്റേ ട്യൂബും വെച്ചേക്കും. മറ്റേ ട്യൂബും നമ്മൾ നോക്കുകയും ചെയ്യും, അത് ഹെൽത്തി ആണ്, അതിനവിടെ കുഴപ്പമൊന്നും വരാതെ തന്നെ നമ്മൾ വയ്ക്കും. നമുക്ക് ശരിക്കും അണ്ടോൽപാദനം നടക്കുന്നത് 1 മാസത്തെ ഒരു ഓവറിയിലെന്നാണ്, മിക്കവാറും അടുത്ത മാസം മറ്റേ അടുത്ത ഓവറിയാണ്. അപ്പം നമുക്ക് ശരിക്കും പ്രഗ്നൻസി ഉണ്ടാകുന്ന ചിലപ്പോൾ 3-4 പിള്ളേരുള്ളവർക്ക് എല്ലാ മാസവും ചിലപ്പോൾ ഒരു ഓവറിയിൽ നിന്ന് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഓവറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് പ്രഗ്നൻ്റ് ആവാൻ അത് തടസ്സമൊന്നും അല്ല. ഒരു ഓവറി വേണം. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അണ്ടാശയ മുഴകൾ എന്നുള്ള വിഷയമാണ് ഇന്ന് കെയറിംഗ് ഹാൻഡ്സ് ചർച്ച ചെയ്തത്. നമുക്ക് അതിഥിയായിട്ട് എത്തിയത് ഡോക്ടർ SY ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമനയും ഉള്ളൂരുമാണ് ബ്രാഞ്ചസ്. അപ്പോൾ ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇൻഫർമേറ്റീവായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി ഡോക്ടർ, വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള 1 മണിക്കൂർ നമുക്ക് സമ്മാനിച്ചതിന്. ഒപ്പം വിളിച്ച പ്രേക്ഷകർക്കും വിളിച്ച കോളേഴ്സിനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.